ദേ ഷഫാബി ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ, നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി, അതും കുക്കറിൽ. ഇത്ര എളുപ്പത്തിൽ ഇത്രയും ടേസ്റ്റോട് കൂടിയുള്ള ഒരു ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കാം. പറ്റും, നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് പറ്റും. കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുത്ത 1 കിലോ ചിക്കനിലേക്ക് നല്ല ചതച്ചെടുത്ത ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും, നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത 3-4 സവാളയും, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത നല്ല പഴുത്തു കൊടുത്ത 2 തക്കാളിയും, പിന്നെ മിന്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും. അതിൽ മിന്റ് ലീവ്സ് ഇത്തിരി കൂട്ടിയെടുത്തോട്ടോ, കാരണം വേറൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ എപ്പം മിന്റ് ലീവ്സ് കട്ട് ചെയ്താലും അപ്പോൾ നമ്മൾ വിചാരിക്കും ബിരിയാണി ഉണ്ടാക്കാനാണ്. ഈ ബിരിയാണിയുടെ മെയിൻ ഫ്ലേവറിൽ ഒരു ഫ്ലേവർ ഈ മിന്റ് ലീവ്സിൻ്റെ, അതുകൊണ്ടാട്ടോ ഈ മിന്റ് ലീവ്സ് ഇത്തിരി കൂട്ടിയെടുക്കാൻ പറഞ്ഞത്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തൈരും, പാകത്തിന് മഞ്ഞപ്പൊടിയും, ബിരിയാണി മസാലയും, ഗരം മസാലയും, പാകത്തിന് ഉപ്പോടെ വാരി വെതറി കൈ വെച്ച് നന്നായിട്ട് ഞെരടി കുഴച്ചെടുക്കാം. ഇതിലിട്ടിരിക്കുന്ന ഓരോരോ ഇൻഗ്രീഡിയൻസിന്റെ ഫ്ലേവർ ഇറങ്ങി ഈ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈ വെച്ച് ഇതുപോലെ ഞെരടി എടുക്കുന്നത്. ഇത് തന്നെയാട്ടോ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകതയും. എന്നിട്ട് ഇത് ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. എന്നാലും ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ ആ ഫ്ലേവർ ചിക്കനിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. ഇന്നത്തെ ഈ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കറിലാട്ടോ, അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ പരിപാടിയും നമുക്ക് കുക്കറിൽ തന്നെ ചെയ്യാം. കുക്കറിലേക്ക് ആവശ്യത്തിന് ഓലൊഴിച്ച് 1 സ്പൂൺ നെയ്യോടെ കോരി ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് 2 ഒനിയനോടെ ഇതിലേക്ക് തട്ടി തീ കുറച്ച് പതിയെ ഇളക്കി പാടത്ത് വിളഞ്ഞേക്കുന്ന നല്ല നെൽക്കതിരിന്റെ കളർ ആകുമ്പോഴേക്കും കോരി മാറ്റാം. അതേ ഓയിലിലേക്ക് അണ്ടിപ്പരിപ്പ് വാരിയിട്ട് ചെറു ചൂടിൽ ഇളക്കി കളർ മാറി വരുമ്പോഴേക്കും കുറച്ച് ഉണക്കമുന്തിരിയോടെ വാരിയിട്ട് നന്നായിട്ട് ഇളക്കി കരിച്ച് കളയാതെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കരിഞ്ഞു പോകുന്ന പേടിയുള്ളവരുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി വേറൊരു ചെറിയ പാത്രത്തിൽ വറുത്തെടുത്തിട്ട് ഈ നെയ്യ് കുക്കറിലേക്ക് ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചാൽ ചിക്കൻ ഇതിലേക്ക് വാരി പറക്കിയിട്ട് ഒരു മീഡിയം ചൂടിൽ നന്നായിട്ട് ഇളക്കി. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, ആ സവാളയെന്നും തക്കാളിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. തിള വന്ന് തുടങ്ങുമ്പോഴേക്കും കുക്കർ അടച്ച് ഒരു 2 വിസിൽ. അങ്ങനെ വിസിലൊക്കെ അടിച്ച് റിലാക്സ് ആയിട്ടിരുന്ന കുക്കറിൻ്റെ ആവിയൊക്കെ പോയി തീരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ വിസിലൊക്കെ ഒന്ന് ഊരി മാറ്റി കുക്കർ തുറന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നിരത്തി കഴുകി കുതിർത്തിട്ടെന്ന ജീരകശാല റൈസ് ഇതിലേക്ക് തട്ടി. സാധാരണ ബിരിയാണി വയ്ക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ 2.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഈ 2.5 കപ്പ് അരിക്ക് 2.5 കപ്പ് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ബാക്കി കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അങ്ങനെ 2.5 കപ്പ് ചൂടുവെള്ളവും അരമുറി നാരങ്ങ പിഴിഞ്ഞതും കുനുകുനാന്ന് അരഞ്ഞെടുത്ത മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി ചേർന്ന ഓനിയനും അണ്ടിപ്പരിപ്പും കിസ്മിസിലും അതെല്ലാം കൂടി മിക്സ് ചെയ്തതിൽ പകുതി എടുത്ത് ഇതിലേക്ക് തട്ടി. ബാക്കി നമുക്ക് അവസാനം കുറച്ച് അലങ്കോലപ്പണിക്കൊക്കെ ആവശ്യമുണ്ട്. പിന്നെ കുറച്ച് ഹോൾ ഗരം മസാലയും പാകത്തിന് ഉപ്പോടെ ഇട്ട് അരിയൊന്നും ഉടഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കി ചെറുതായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും കുക്കർ അടച്ച് വിസിലിട്ട് ചെറു ചൂടിൽ വേവിക്കാം. ഒരൊറ്റ വിസിലിടാൻ മറന്നു പോവല്ലേ. വിസിലടിക്കുന്നത് നോക്കിയിരുന്ന ബിരിയാണിക്ക് പകരം ബിരിയാണിക്കഞ്ഞി കഴിക്കേണ്ടി വരും. അങ്ങനെ വിസിലൊക്കെ അടിച്ച് നല്ല റിലാക്സ് ആയിട്ട് ഇങ്ങനെ കുക്കറിൻ്റെ ആവിയെല്ലാം പോയി കഴിയുമ്പോൾ ഈ വിസിൽ അങ്ങോട്ട് ഊരി മാറ്റി പതിയെ ഈ കുക്കർ അങ്ങ് തുറക്കുമ്പോഴല്ലോ ആ മുഖത്തോട്ട് അടിച്ചു കയറുന്ന ഒരു മണമുണ്ട്, ഒരു രക്ഷയില്ല. അരിയൊന്നും ഉടച്ച് കളയാതെ പതിയെ ഇളക്കി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റ്. പാത്രത്തിലേക്ക് മാറ്റി മേളിൽ കുറച്ച് സർലാസും പിന്നെ നമ്മൾ ആ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാർന്ന ഒനിയനും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുനുകുനാന്ന് അരിഞ്ഞെടുത്ത മല്ലിയിലയും പുതിനയിലയും ഒക്കെ ഇട്ടങ്ങ് അലങ്കരിച്ച് നല്ല നാരങ്ങ അച്ചാറും കൂട്ടി അങ്ങോട്ട് കഴിക്കണം. ഒരു രക്ഷയില്ല. ഇത്രയും ഫാസ്റ്റായിട്ട് ഇത്രയും രുചിയിൽ വേറെ ഏതെങ്കിലും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാൽ പിന്നെ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. താങ്ക്